നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ഗോപിക. ഇന്ന് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഫൺ കൊളാബറേഷൻ. കൊളാബറേഷൻ എന്ന വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് അധികം നാളായൊന്നും ആയിട്ടില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ ധാരാളമായിട്ട് കേൾക്കുന്ന ഒരു ടേമാണത്, കൊളാബ് ചെയ്യുക, കൊളാബറേഷൻ. നമ്മളെന്തെങ്കിലും ഫോട്ടോസോ വീഡിയോസോ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒരു നമ്പർ ഓഫ് പീപ്പിളിനെ കൊളാബ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുന്ന ഈ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് അവരുടെ ടൈം ലൈനിൽ വന്ന് കിടക്കുകയും അവർക്ക് പരിചയമുള്ള ഫ്രണ്ട്സൊക്കെ അതിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. സോ നമ്മുടെ പോസ്റ്റുകൾക്ക് കൂടുതൽ വ്യൂസ് കിട്ടാനായിട്ട് നമ്മൾ മറ്റൊരു വ്യക്തികളെ ഇൻസ്റ്റയിൽ കൊളാബ് ചെയ്യാറുണ്ട്. ടാഗ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അതുകൂടാതെ കൊളാബ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇറ്റ് റീച്ചസ് ടു മെനി അതർ പീപ്പിൾ ആൻഡ് ദാറ്റ്സ് അവർ ഗോൾ. സോ ദാറ്റ്സ് ദ മെയിൻ ഡെഫിനിഷൻ ഫോർ കൊളാബറേഷൻ. അതായത് ഒരു പാർട്ട്ണർഷിപ്പിൽ ലൈക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഒരു ടീം വർക്കിൽ ഒരു നിശ്ചിത ഗോളിലോട്ട്, ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗോളിലോട്ട് നമ്മളെ നയിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് കൊളാബറേഷൻ എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഈ ഫൺ കൊളാബറേഷൻ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനും എൻ്റെ ഒരു വർക്കറും ഉണ്ടെന്ന് വിചാരിക്കാം. ഞങ്ങൾക്കിടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചുകൂടിയും എളുപ്പത്തിൽ ഒരു സ്ട്രെസ് റിലീഫ് മെത്തേഡിൽ നടത്താൻ സാധിക്കുക, കുറച്ചുകൂടിയും കോർഡിനേറ്റ് ചെയ്ത് പോകാൻ സാധിക്കുക. ഒരു ലീഡർ, ഒരു എംപ്ലോയി എന്നുള്ള രീതിയിലല്ലാതെ തന്നെ രസകരമായി തന്നെ ടാസ്കുകളിൽ കംപ്ലീറ്റ് ചെയ്ത് ഒരു ഗോളിലോട്ട് എത്താൻ സാധിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഫൺ കൊളാബറേഷൻ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് പറയാം. പണ്ട് ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോൾ നമുക്ക് ടീച്ചേഴ്സ് കുറേ ടാസ്കുകൾ കൊണ്ടുവരാറുണ്ടല്ലേ. ഓരോ ചാപ്റ്റേഴ്സ് എടുത്ത് തീരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് എടുക്കുന്നതിൻ്റെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവരൊരു ആക്ടിവിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ചിലപ്പോൾ ആ സ്റ്റോറിയെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും വേറൊരു സ്റ്റോറീസ് ബിൽഡ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ വേറെ പലതരത്തിലുള്ള ടാസ്കുകൾ ലൈക്ക് അതിനെ ബേസ് ചെയ്ത് ഒരു പാട്ടുണ്ടാക്കിയിട്ട് പാടാനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രാമ സീൻ ഉണ്ടാക്കിയിട്ട് അവതരിപ്പിക്കാനൊക്കെ ആയിരിക്കാം. സ്നോ വൈറ്റ് ആൻഡ് 7 ഡ്വാർഫ്സ് എന്ന് പറയുന്നത് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവാം. 7-ോ 8-ലോ പഠിക്കുമ്പോൾ ഈ സ്റ്റോറി എടുത്തതിന് ശേഷം ഇത് ഡ്രാമയാക്കി അവതരിപ്പിക്കാനായിട്ട് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. സോ വെറുതെ ആ സ്റ്റോറി, ആ ലെസണിലുള്ള സ്റ്റോറി വായിച്ച് ഡയലോഗുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ അതിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്ത് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം. കാണുന്ന ആൾക്കാരെ കുറച്ചുകൂടി ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് എന്തൊക്കെ എലമെൻറ്റ്സ് ആഡ് ചെയ്തു എന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ് തന്നെ ഞങ്ങൾ ടൈറ്റാനിക് സോങ്ങിൻ്റെ എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഈ സോങ്ങൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്താണ് ഞങ്ങൾ ആ ഒരു ഡ്രാമ ഉണ്ടാക്കിയത്. ഇതിൽ കൂടാതെ അതിലുള്ള മെയിൻ ഡയലോഗ്സ് കൂടാതെ ഞങ്ങളുടേതായ രീതിയിൽ കുറച്ചൊരു ട്വിസ്റ്റൊക്കെ ആ സ്റ്റോറിയിൽ ക്രിയേറ്റ് ചെയ്ത്, എന്നാൽ അതിൻ്റെ ഫുൾ മീനിങ് നഷ്ടപ്പെടാതെ തന്നെ ഞങ്ങൾ ഡ്രാമ അവതരിപ്പിക്കേണ്ടായിരുന്നു. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ സ്നോ വൈറ്റ് ആൻഡ് 7 ഡ്വാർഫ്സിൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം ഒരു ഡ്രാമ ചെയ്യണമെങ്കിൽ നമുക്കറിയാം ആ സ്റ്റോറി നല്ലോണം അറിഞ്ഞിരിക്കണം. സോ നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന 11 പേരും ആ സ്റ്റോറി ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. എക്സാംസിനൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ആൻസർ ചെയ്യാനോ, അല്ലെങ്കിൽ ഇൻ കേസ് ടീച്ചേഴ്സ് എന്തെങ്കിലും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പോലും നമുക്കത് പറയാൻ പറ്റുമായിരുന്നു. ആൻഡ് ദാറ്റ്സ് ദ മെയിൻ ബെനിഫിറ്റ് ഓഫ് കൊളാബറേഷൻ. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് കൊളാബറേഷൻ, റൈറ്റ്? എന്തിനു പറയണം, ഇപ്പോൾ കൂടി ആലോചിക്കുമ്പോൾ എനിക്കതിൽ ഓരോ സീനും പല പല ഡയലോഗ്സും ഓർമ്മ വരുന്നുണ്ട്. അതാണ് ഈ കോർഡിനേഷൻ്റെയും പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ്റെയും ഈ കൊളാബറേഷൻ്റെയും ഒക്കെ ഒരു മാജിക് എന്ന് പറയണത്. പിന്നെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ തോന്നിയ ഒരു എക്സാമ്പിളാണ് ആനന്ദം സിനിമ. നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ ഒരു ക്ലാസ്സിലെ മൊത്തം സ്റ്റുഡൻസ് എല്ലാവരും കൂടി ഒരു പിക്നിക് പ്ലാൻ ചെയ്യുന്നു. ഗോവയിലോട്ടും ഹംപിയിലോട്ടാണ് അവർ ട്രാവൽ ചെയ്യണത്. മെയിൻലി ആ സിനിമ ഫ്രണ്ട്ഷിപ്പ്, ലവ് എന്നുള്ളൊരു തീമിലോട്ടാണ് പോകുന്നതെങ്കിലും ഇതിലും ഒരു ഫൺ കൊളാബറേഷൻ കാണാം. ഹംപി എന്ന സ്ഥലത്ത് ഒരു ട്രഷർ ഹണ്ടിങ് ആക്ടിവിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഉള്ള സ്റ്റുഡൻസിനെ
ഇത് കൂടാതെ ഈ കമ്പനീസിലാണെങ്കിലും ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ ജോലി ചെയ്യുന്ന വർക്കേഴ്സ് ആവട്ടെ, സ്റ്റുഡൻസ് ആവട്ടെ, അവരിൽ ആ കമ്പനി എക്സ്പ്ലോർ ചെയ്യാൻ, ആ കമ്പനിയിലെ വ്യക്തികളെ എക്സ്പ്ലോർ ചെയ്യാനും അവരുടെ ഒരു സെർച്ചിങ് മെൻറ്റാലിറ്റി കൂട്ടാനും കുറച്ചുകൂടിയും മറ്റുള്ള ആളുകളോട് ഒരു ബെറ്റർ കമ്മ്യൂണിക്കേഷൻ കൊണ്ടുവരാനും ഒക്കെ ആയിട്ട് ഒരു ഫൺ കൊളാബറേഷൻ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ ഹംപിയിൽ ഈ കണ്ട ട്രഷേഴ്സ് ഹണ്ട് എന്ന് പറഞ്ഞ ഒരു സീൻ അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഫൺ കൊളാബറേഷൻ. സോ ഇതിലെ ഒരു ടീം വർക്കാണ് ഒരു ഡ്രീം വർക്കിലോട്ട് നയിക്കുന്നത്. In conclusion, if you want to lift yourself up, lift someone else so that it works better. So that's all about fun collaboration. Thank you so much. Have a nice day, guys. Bye.